ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നും വീഡിയോ ഇടാൻ പറ്റൂലേ ബ്രോ, എന്നും വീഡിയോ ഇടാൻ പറ്റൂലേ എന്ന്. ബ്രോ, എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടാണ്ട്, യൂണിവേഴ്സും ടൈം, സിറ്റുവേഷൻസ്, എനർജി എനിക്കിവിടെ കിട്ടാണ്ട്, സാഹചര്യങ്ങൾ ഒത്തുവരാണ്ട് എനിക്കൊരിക്കലും ഒരു റീഡിങ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പലപ്പോഴും ഇവിടെ വന്നിരുന്ന് വിഷമിച്ചിറങ്ങി പോയിട്ടുണ്ട്, വിയർത്തിറങ്ങി പോയിട്ടുണ്ട്. കാരണം പറ്റത്തില്ല. അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അങ്ങനെ എടുക്കുക. ഒരുപാട് എനർജി ഉള്ള സമയത്ത് വരെ ഞാൻ അവിടെ വന്നിരുന്നിട്ടുണ്ട്. അതായത് ഹൈ എനർജി. അന്ന് ത്രോട്ട് ചക്ര സീനാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂഷൻസ് കറക്റ്റ് ആവത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ തേർഡ് ഐ ചക്ര കണക്റ്റഡ് ആവത്തില്ല. അതുമല്ലെന്നുണ്ടെങ്കിൽ ജ്ഞാന വർക്കാവത്തില്ല. അതുമല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സഹസ്ര വർക്കാവത്തില്ല. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് എനർജി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ഇയറിങ് അതിൻ്റെ ഇത് വർക്കാവത്തില്ല. ഇതെല്ലാം കണക്റ്റഡായി വന്ന് യൂണിവേഴ്സ് അനുഗ്രഹിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ വന്നിരുന്ന് റീഡിങ് എടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന കണക്കേ അല്ല അത്. ഞാൻ വന്നിരുന്ന് റീഡിങ് എടുത്ത്, ഞാൻ പവർ ഇല്ലാണ്ട് ഞാൻ വന്ന് റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും കണക്റ്റഡ് ആവത്തില്ല. ഈവൻ ഹാർട്ട് ചക്ര പോലും ഞാൻ ഇല്ലാണ്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും മനസ്സിലാവാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന സാധനം നമുക്കൊരു ഫീലിങ്സ് ഉണ്ട്. ചെയ്യുമ്പം നമ്മളൊരു ഫീലിങ്സ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ആ സാധനം അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പോകരുത്. സീരിയസ്ലി ഞാൻ അങ്ങനെ, അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനൊരു ആത്മാർത്ഥത വേണം, ചെയ്യുന്ന കാര്യത്തിന് റിയാലിറ്റി വേണം. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര വലിയ കാര്യമായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അതായത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു അത് എനിക്ക് ബിസിനസ് ആക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള സംഭവം ആക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. സോ ചെയ്യുന്ന കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഉപയോഗം വരണം, അവർക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു യൂസേജ് വേണം. എന്താ പറയുക, അവർ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അട്ടർ ഫ്ലോപ്പിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഡൗൺ ഫീലേഴ്സ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഒന്നുമില്ല, നിങ്ങൾ ആർക്കും സഹായിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങളെ മുന്നിൽ വരുള്ളൂ ഞാൻ 100% ഗ്യാരണ്ടി പറയാം. കാരണം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. യൂണിവേഴ്സ് ഫുൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും ഞാനത് പറയുന്നില്ല, അതിൻ്റെ പ്രോസസ്സ് പറഞ്ഞാൽ പിന്നെ ഞാനും യൂണിവേഴ്സും തമ്മിലുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലം. സോ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തോ ഞാൻ വിചാരിക്കുന്ന സമയത്തോ എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റത്തില്ല. അത് യൂണിവേഴ്സ്, ആ ദൈവം, ആ എന്നെ ഇവിടെ ഇറക്കി വിട്ടിരിക്കുന്ന ആ ബോധമണ്ഡലത്തിൽപ്പെട്ട ആ ക്രിയേറ്റർ എന്താണോ വിചാരിക്കുന്നത്, അവർ വിചാരിച്ച കാര്യം മാത്രമേ ഞാൻ വഴി അവർക്ക് നടത്താൻ പറ്റത്തുള്ളൂ, എനിക്കും പറയാനും ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ പറ്റിയുള്ള, അതായത് നിങ്ങൾക്ക് ഈ സമയം എന്താണ് ആവശ്യം, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ആവശ്യം. എനിക്കറിഞ്ഞുണ്ടെങ്കിലും എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ എൻ്റെ ഡിവൈൻ അറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. എനിക്കറിയാൻ പറ്റത്തില്ല, ബട്ട് എൻ്റെ ഡിവൈൻ അറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടാൻ പോവാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, ഞാൻ ഫസ്റ്റ് കാർഡ് എടുത്തപ്പോൾ തന്നെ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണേറ്, കമ്പയർ, ദൃഷ്ടിദോഷം ആയിട്ട് ബന്ധപ്പെട്ട ചില സിറ്റുവേഷൻസാണ്. അതായത് ഇത് നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങളെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫൗണ്ടേഷൻ നല്ല രീതിക്ക് ബാധിക്കും. അതായത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. നിങ്ങളിപ്പോൾ ഒരു കാറ് വാങ്ങി, ഒന്നി നിങ്ങൾക്കത് ഓട്ടിക്കാൻ പറ്റത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അതിന് ഒരുപാട് പണികൾ വരും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. മറ്റ് ചിന്തകളും കാര്യങ്ങളും നിങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് മറ്റൊരാളുടെ നെഗറ്റിവിറ്റിയാണ്. അവർക്കില്ലാത്തതിൻ്റെ സാധനം നിങ്ങളിൽ വർക്ക് ചെയ്യും. അവർക്കില്ലാത്തതിൻ്റെ ജലസി, അവർക്കില്ലാത്തതിൻ്റെ വിഷമം, അവർക്കില്ലാത്തതിൻ്റെ പെയിൻ അവർ തന്നെയായിട്ട് മാറും നിങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇവിടെ കണ്ണേറ്, കമ്പയർ, ദൃഷ്ടിദോഷം. ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക്
അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റും, ഒരു ബാഡൻ സിറ്റുവേഷൻ. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണ് ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ മാറ്റാൻ പറ്റും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ചില ആൾക്കാർ എന്താ പറയുക മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം. ചില ആൾക്കാരെ സംബന്ധിച്ച് അവരെ ഉള്ളിൽ നിന്ന് അവർക്ക് എന്താ പറയുക അറിയാണ്ട് വരുന്ന സൈക്കിക് അറ്റാക്ക്, ഇതൊരു സൈക്കിക് അറ്റാക്കാണ്. അതായത് പെട്ടെന്നുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് വീട്ടിലൂടെ ഡയറക്റ്റ് ചെന്ന് കിടന്ന സമയത്ത് ഒരു ക്ഷീണം, തളർച്ച, എനർജി ലോസിങ്, ഒന്നും എന്താ പറയുക, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മഹിമ എന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളിൽ ഭയങ്കരമായിട്ടും ഉയർന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന സാധനം, അതിനൊരുപാട് തടസ്സങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പം നിങ്ങളുടെ ഗ്ലാമർ ആണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ണുവിടാൻ ആൾക്കാർ കാണും. നിങ്ങളുടെ എനർജി ആണെന്ന്, നിങ്ങളുടെ ഓറയാണ്, നിങ്ങളുടെ കണ്ണാണ്. അപ്പം അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. ഓരോ ദിവസം നിങ്ങൾ കുളിക്കും പോലെ തന്നെയാണ് നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രസ്സ് മാറും കണക്കാണ് ഇത് എന്താ പറയുക, നിങ്ങളുടെ എനർജി നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫിൽ നല്ല രീതിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പാടായിട്ട് മാറും. നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ കണ്ണ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ഇപ്പം നല്ല സെക്ഷൽ ബോഡിയുള്ള അല്ലെങ്കിൽ നല്ല സെക്സി ബോഡിയുള്ള ആൾ, അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഒരു എനർജി തുളുമ്പി നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കണ്ണ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനർജി ഭയങ്കരമായിട്ടും ഡ്രെയിൻ ആവാൻ വേണ്ടി തുടങ്ങും. ആഹാര രീതിയിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ കാണത്തില്ല. നമ്മളുടെ അടുത്തോട്ട് വരുന്ന ആഹാരം ഫുള്ള് ആ രീതിയിലുള്ള ആഹാരങ്ങളായിരിക്കും. നെഗറ്റീവ്സ് മാത്രമായിരിക്കും ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നെഗറ്റിവിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അട്രാക്ട് ചെയ്യും, നമ്മൾ തന്നെ നോർമലി അട്രാക്ട് ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് അല്ലെങ്കിൽ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിട്ട് അത് പോവുകയും ചെയ്യും. അതായത് ചില സൈക്കോ പേഴ്സൺസ് ഉണ്ട്, അതായത് അവർ ഭയങ്കരമായിട്ടും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു സമയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അവരൊന്നും കൂടെ നിൽക്കത്തില്ല. അവർ നമ്മളെ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് ഇവൻ കുറേ അധികം ആൾക്കാരിൽ കാണാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ബേസ്ഡും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈഫ് ആൻഡ് ഹസ്ബൻഡ്. അവർക്ക് വേണ്ട രീതിക്ക് നമ്മളെ ഫുള്ള് ചൂഷണം ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്ത് സൈക്കോപാത്തുകളായിരിക്കും. നമുക്കറിയാൻ പോലും പറ്റത്തില്ല. നമ്മുടെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും. സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാർക്ക് അത് കറക്റ്റ് അറിയാൻ പറ്റും, പക്ഷേ ചില ആൾക്കാർക്ക് അത് അറിയാൻ പറ്റത്തില്ല. സോ അങ്ങനത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെയും അടുപ്പിക്കരുത്. അവർക്ക് വേണ്ട കാര്യം കഴിയുന്ന സമയത്ത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളും നിങ്ങളുടെ നല്ല അനുഗ്രഹങ്ങളും നിങ്ങളുടെ നല്ല എനർജിയും എല്ലാം എടുത്തുകൊണ്ട്, നിങ്ങളുടെ നല്ല ഓറ എല്ലാം എടുത്തുകൊണ്ട് പോയി അവരൊരുപാട് അനുഗ്രഹീതമാവുകയും ചെയ്യും. നിങ്ങൾ ഭയങ്കരമായിട്ടും ഡൗൺ ആവുകയും ചെയ്യും. കാരണം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡെവിൾ എനർജി ഉള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇതൊരു ഗുരുതുല്യമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലും ഗൈഡൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ റിയലായിട്ട് മനസ്സിലാക്കി അവരെ എന്താ പറയുക, നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരെ നെഗറ്റീവ് കൊണ്ടും പോസിറ്റീവ് ചെയ്യുന്ന ആൾക്കാരെ പോസിറ്റീവ് കൊണ്ടും നിങ്ങളുടെ എനർജി കൊണ്ട് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ സമയം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, ഈ സമയം നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക നിലയാണ് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാനസികപരമായിട്ടും എനിക്ക് തോന്നുന്നു ചില ബ്ലോക്കേജുകൾ, ചില ലൂപ്പുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ചില ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിനെ പിടിച്ച് അകറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം കിട്ടാത്ത രീതിക്കുള്ള എന്തൊക്കെയോ വിഷമം നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഒരുപാട് ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചില ആഗ്രഹങ്ങൾ ലൈഫിൽ നടക്കുന്നില്ല. ചില ആഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഓറ, മനസ്സ് എല്ലാം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് ചില തടസ്സങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അത് ആരോഗ്യപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഓക്കെ അല്ലാത്തത് കൊണ്ടും ചില ആൾക്കാരെ സംബന്ധിച്ച് കറക്റ്റ് നിങ്ങൾ ആഗ്രഹിച്ച സാധനം കയ്യിൽ കിട്ടാത്തതിൻ്റെ പേരിലും ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ ജീവിതം പോകാത്തതിൻ്റെ പേരിൽ ആഗ്രഹിക്കുന്ന ഒന്ന് വരുന്നത് മറ്റൊന്ന് എന്നുള്ള രീതിക്ക് വരുന്ന ചില സിറ്റുവേഷൻസ് കാരണം, ലൈഫിലുണ്ടാവുന്ന ചില പ്രോബ്ലംസ് കാരണം ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ആയിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് കോമ്പറ്റീഷനാണ്, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കോമ്പറ്റീഷൻ, റിലേഷൻഷിപ്പിലുണ്ടാകുന്ന കോമ്പറ്റീഷൻസ്, ഫാമിലി തർക്കങ്ങൾ, അങ്ങനത്തെ ഉള്ള ചില സിറ്റുവേഷൻസ് കാരണം
മനസ്സ് ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന, മാനസികപരമായിട്ടും ഡൗൺ ആയിട്ട് നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് ടൈം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസസ് ഉള്ളതായിട്ട് ഈ ടൈം പീരീഡ് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈൻ പവർ നിങ്ങളുടെ കൂടെ ഈ സമയം ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും നിങ്ങൾ ഡിവൈനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി കടന്നു വരാനുള്ള ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ടും സ്ട്രഗിളായി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ആരും ഹെൽപ്പ് ചെയ്യില്ല, നിങ്ങൾ അത്രത്തോളം പാനിക്കായിട്ട് അത്രത്തോളം വിഷമിച്ച് നിങ്ങൾ ചതിക്കുഴിയിൽ വീണ് ഭയങ്കരമായിട്ടും ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരു നെഗറ്റീവിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈൻ കൈ അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവർ പാസ്റ്റ് ലൈഫിൽ കണക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ന്യൂ കമറായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്, നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ആ വ്യക്തിയില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് മേ ബി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഭയങ്കര ക്രഷ് തോന്നും, ഒരു ഡിവൈനിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ജീവിതം ആ വ്യക്തിക്ക് മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വ്യക്തിനെ വേണം, നിങ്ങൾക്ക് മനസ്സ് കൊടുത്ത് ഈ വ്യക്തിനെ പ്രണയിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവുന്ന ഒരു വ്യക്തി, ഹൈ എനർജി, നിങ്ങൾ ഭയങ്കര ലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു എനർജിക്കായി നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ പിടിച്ച് കയറ്റും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മേജറിൽ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഡീപ്പ് കണക്ഷനുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളൊന്നും പറയേണ്ട, നിങ്ങളെ മൈൻഡ് റീഡ് ചെയ്ത് വായിച്ചെടുക്കാൻ പറ്റിയ, നിങ്ങളുടെ ബോധമണ്ഡലത്തിൻ്റെ കർമ്മ തന്നെ മാറ്റാൻ പറ്റിയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നല്ല, ഗുരു പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് കറക്റ്റ് കാർഡ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗുരു ഇത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്തു, പക്ഷേ ഈ വ്യക്തി വരുന്നതിന് ശേഷം നിങ്ങൾ പഠിച്ച കാര്യങ്ങളോ കളികളോ സിറ്റുവേഷൻസോ ഒന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. വ്യക്തമായിട്ടുള്ള ഡിവൈൻ പവറുള്ള, വ്യക്തമായിട്ടുള്ള കളി പഠിച്ച, വ്യക്തമായിട്ട് എനർജറ്റിക്കലി ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങൾ കണ്ട എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല ആ വ്യക്തി കണ്ട ആൾക്കാരും, ആ വ്യക്തി അനുഭവിച്ച സിറ്റുവേഷൻസും, ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്ത് വന്നതും, ആ വ്യക്തി കണ്ട കാര്യങ്ങളും, ആ വ്യക്തി തരണം ചെയ്ത സിറ്റുവേഷൻസും നിങ്ങൾ കണ്ട കണക്കൊന്നുമല്ല. ഹൈ എനർജി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഇറ്റ്സ് എ ഡിവൈൻ പവർ. ദൈവം ഇങ്ങോട്ട് അനുഗ്രഹിച്ച് വിട്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൈത്താങ്ങായിട്ട് വരാൻ ചാൻസസ് ഉള്ളൊരു സിറ്റുവേഷനിലായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, എനിക്ക് കഴിവില്ലേ, എനിക്കൊന്നും വരുന്നില്ല, ഇമോഷൻ ലോസ് ആണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ ഒറ്റയ്ക്ക് ലോൺലെസ് ആയിട്ട് ഫീൽ ചെയ്ത് മനസ്സിനെ വിഷമിച്ചു ഭയങ്കരമായിട്ട് പാനിക്കായിട്ടിരിക്കുന്നത്, അത് ഇമോഷൻ ലോസ് അല്ല, കഴിവില്ലായ്മ അല്ല, പേടിയാണ്. കോൺഫിഡൻസ് ഇല്ലായ്മയാണ്, പേടിയാണ്, ഭൂമിയിൽ ജീവിക്കാൻ പേടിയാണ്. അതായത് ഇറങ്ങാൻ പേടിയാണ്, കംഫർട്ട് സോൺ പൊട്ടിക്കാൻ പേടിയാണ്, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള പേടിയാണ്, എല്ലാത്തിനും പേടിയാണ്. കഴിവില്ലായ്മയൊന്നുമല്ല, എല്ലാവർക്കും കഴിവ് ഒരേ കണക്ക് തന്നെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ആ കഴിവിനെ എടുത്തു വെച്ച് യൂസ് ചെയ്യാനുള്ള, ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും, ആൾക്കാർ കേട്ടാൽ എന്ത് വിചാരിക്കും, ആൾക്കാർ അതായാലും എന്ത് വിചാരിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള പേടിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ അത് പറഞ്ഞു പോയാൽ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ, ഞാനത് ചെയ്തു പോയി കഴിഞ്ഞാൽ എന്താവും, ഒന്നും ആവത്തില്ല, അങ്ങോട്ട് ചെയ്യുക, അത്ര തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ലോൺലെസ് ആയിട്ട് ഒറ്റയ്ക്ക് പോയി മാറിയിരിക്കുക, ഒറ്റയ്ക്ക് ജീവിക്കുക, ആരുടെ ഒന്നും കമ്പൽ ചെയ്യാതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക, ഒരു അന്തർമുഖ സിറ്റുവേഷനിലായിട്ട് നിൽക്കുന്ന, ചില ഭയങ്കര വിഷമിച്ച് ലോൺലെസ് ഫീൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഒരു ചെറിയ ഡൗൺ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും എന്താ പറയുക, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ കയ്യിൽ നിന്നും എല്ലാം, അതിനെ തടസ്സം, ആ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നല്ല, ആ എനർജി ഫുള്ള് ലോസ് ആക്കി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ നെഗറ്റീവ് മാത്രം പറയുന്നതല്ല, ഇത് ഇങ്ങനത്തെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത്, നിങ്ങളുടെ നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജെനുവിനായിട്ട് ഇവിടെ നിന്ന് റീഡിങ് ചെയ്യുന്നത്, സോ നിങ്ങളുടെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
കാരണം എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെറിയ ലൂപ്പ്, നിങ്ങളുടെ തന്നെ ഒരു മൈൻഡിൻ്റെ ലൂപ്പിൽ, നിങ്ങൾ തന്നെ നിങ്ങളുടെ എന്തോ ഒരു ലൂപ്പിൽ വീണ് പോയത് കൊണ്ട് തന്നെ, നിങ്ങളെ സംബന്ധിച്ച് ഇമോഷൻ ലൂപ്പിൽ വീണ് പോയത് കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ സിറ്റുവേഷനിൽ വീണ് പോയി നിൽക്കുന്ന ഒരു സമയമായാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാമെന്ന്. ആ ലൂപ്പിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, യൂണിവേഴ്സലുമായിട്ട് മെഡിറ്റേഷൻ, യോഗ, അതൊന്നുമല്ലാതെ യൂണിവേഴ്സലിന് മനസ്സ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കംഫർട്ട് സോൺ പൊട്ടിച്ച് ചെറിയൊരു കാര്യമെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു തടസ്സം നിങ്ങൾ എന്താ പറയുക, ആ ഒരു തടസ്സത്തിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വലിയ വലിയ ബ്ലെസ്സിങ്സാണ്. സോ ആ ഒരു സിറ്റുവേഷനിലായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇമോഷണലി ഡൗൺ ആവരുത്, വിഷമിച്ചിരിക്കരുത്. അങ്ങനെ വിഷമിച്ചിരുന്ന അത് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ആരോഗ്യപരമായിട്ടാണെങ്കിലും മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും നിങ്ങൾക്ക് വരുന്ന കർമ്മ റിലേറ്റഡ് ആണെങ്കിലും ഒരിക്കലും വിഷമിച്ച് പാനിക്കായിട്ട് നിൽക്കരുത് എന്നുള്ളതിനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഫൗണ്ടേഷൻ ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസും ഒരു തടസ്സവും തന്നെ ഇവിടെ കാണാൻ പറ്റുന്നില്ല. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ചില ബിസിനസ് നടത്തണം, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട്, എന്താ പറയുക, ഭയങ്കരമായിട്ടും കരിയറിലൊന്ന് സക്സസ് ആവണം എന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, ഈ സമയത്തെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫൗണ്ടേഷൻ കൂടുതലും ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു ടൈം പീരീഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ സമയം കടന്നു വരാനുള്ള ഒരു ചാൻസസ് ഉള്ളൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് ജോലി റിലേറ്റഡ് ആയിട്ട് നോക്കുന്നു, പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കുന്നു, അതുമാത്രമല്ല എന്താ പറയുക, പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട്, പുതിയ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ ഐഡിയാസ് ലൈഫിൽ വരുന്ന കാര്യങ്ങളായാലും, കഥ എഴുതുന്ന ആൾക്കാരായാലും, കവിതാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും, പുതിയ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും, അതുമാത്രമല്ല എന്താ പറയുക, പാർട്ട്ണർഷിപ്പ് അലയൻസ് ബന്ധം നോക്കുന്ന, കല്യാണം നോക്കുന്ന ആൾക്കാരായാലും, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് പരമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് നോക്കുന്ന ആൾക്കാരായാലും, ടാറോ കാർഡ് റീഡിങ് പഠിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരും, റീഡിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരും, സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു സ്ഥലം വിട്ടതിന് ശേഷം പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിനെ വിട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിതം, ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ചില സിറ്റുവേഷനിലായിട്ടും ഉള്ള കാലിബർ ഉള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഇന്ന കോളേജിൽ പോയി പഠിക്കണം, ഇന്ന കരിയർ വേണം, ഇന്ന ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ മൂലാധാരയ്ക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂലാധാര ഉള്ള ആൾക്കാരായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മസ്കുലിൻ എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന, ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് കരിയറിൽ പോയി കൈവച്ച് കഴിഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ആൾക്കാർ, കോമ്പറ്റീഷൻസ്, ചില തടസ്സങ്ങൾ, കമ്പയർ മൂലം അടിമപ്പെട്ട് പോയി ലൂപ്പുകൾ വീണ് താഴുന്നതല്ലാണ്ട് കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സക്സസ്സും, നിങ്ങളുടെ ലൂപ്പ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത്, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സും ഒരുപാട് കരിയർ ഗ്രോത്തും, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും സക്സസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ മൂലാധാര അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഇറ്റ്സ് എ മസ്കുലൈൻ എനർജിയാണ് മൂലാധാരയിൽ നിങ്ങൾക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് കർമ്മനിരപേക്ഷിതമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ലൈഫിൽ വരും. സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള, ഒരിക്കലും നശിക്കാത്ത പവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. മറ്റുള്ള ആൾക്കാരെ ചിന്തിച്ച് മറ്റുള്ള കോമ്പറ്റീഷൻസിൽ വീടും, സ്വന്തം കഴിവിനെ എന്താ പറയുക, വിഷമിപ്പിക്കാൻ, സ്വന്തം എനർജി ഡ്രൈൻ ആക്കാണ്ട് പോയി കഴിഞ്ഞാൽ, സ്വന്തം കാര്യം മാത്രം നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഫൗണ്ടേഷനാണ്, വ്യക്തമായിട്ടുള്ള കരിയറാണ്, ആഗ്രഹിക്കുന്ന എന്തും കയ്യിൽ വരാൻ പറ്റുന്ന മസ്കുലൈൻ എനർജിയുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, ഒരിക്കലും നശിച്ചു പോവാത്ത, ഒരിക്കലും തുരുമ്പ് പിടിച്ചു പോവാത്ത എന്താ പറയുക, മൂലാധാരയുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ എനർജി ഇവിടെ എടുക്കുന്ന സമയത്ത് അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.
എന്തിൽ തൊട്ടാലും 1, 2, 3 ബിസിനസ് എന്നുള്ള എന്ത് കാര്യത്തിൽ ചെയ്ത് കഴിഞ്ഞാലും കുത്തനെ ഉയരാൻ എനർജി ഉള്ള ആൾക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പേഴ്സണാലിറ്റിയിലായാലും ആ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലി തന്നെ നിങ്ങളെ നോക്കി ജലസ് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫാൻറ്റസി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉറപ്പുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് നിങ്ങളെ ഈ സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത്. എനർജറ്റിക്കലി അത്രത്തോളം നിങ്ങളെ കീഴിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാർ, നിങ്ങളുടെ പേര് ഭയങ്കരമായിട്ടും അറിയപ്പെടുന്ന, റെക്കഗ്നൈസേഷൻ, റിവാർഡ് കിട്ടുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യത്തിലോട്ട് നിങ്ങൾ കയറാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഒരുപാട് വിഷമങ്ങളും യാതനകളും വെറുപ്പീരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഒക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കോൺഫിഡൻസ് ഇല്ലാതെ എല്ലാം നശിച്ചിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ഉയർത്തി കെട്ടിപ്പടുത്തി എടുക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ ലൈഫിൽ നടക്കും കേട്ടോ. സീരിയസ്ലി നിങ്ങളുടെ ഫൗണ്ടേഷൻ അത്രത്തോളം ക്ലാരിറ്റി ഉള്ളൊരു ഫൗണ്ടേഷൻ ആയിട്ടാണ് എനിക്കിവിടെ സീരിയസ്ലി കാണാൻ പറ്റുന്നത്. നിങ്ങൾ മുഖേന ഒരുപാട് ആൾക്കാർ ഇൻസ്പിറേഷൻ ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും ഇവിടെ ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന നിങ്ങളെ അല്ല, നിങ്ങൾ സീരിയസ്ലി ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, സീരിയസ്ലി ട്രസ്റ്റ് ചെയ്യുക. ഭയങ്കരമായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ആക്കിയാണ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഡിവൈൻ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. സോ അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ, അതിനനുസരിച്ചുള്ള മാനിഫെസ്റ്റേഷൻ പവർ, അതിനനുസരിച്ചുള്ള ഡിവൈൻ പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ചില ഫ്രസ്ട്രേഷൻ പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ചില മാനിപ്പുലേഷൻ സിറ്റുവേഷൻസ്, ചില നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും എന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ ബാധിക്കത്തൊന്നുമില്ല. അതെല്ലാം തടസ്സങ്ങളായിട്ട് തന്നെ മാറിപ്പോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ്, വ്യക്തമായിട്ടുള്ള നോളജ്, വ്യക്തമായിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാർ ആയിട്ട് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ചില നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വന്നതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട, പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസും കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ടുള്ള റീസൺസ് വരുന്ന സമയത്ത്, കറക്റ്റായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, കറക്റ്റായിട്ടുള്ള ടൈം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത്, കറക്റ്റായിട്ടുള്ള എനർജി നിങ്ങളിൽ പ്രൊവൈഡ് ആവുന്ന സമയത്ത് എല്ലാം ഓക്കെ ആകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പവറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്, നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ മനസ്സിൻ്റെ പവർ എന്താണോ അത് മാക്സിമം മനസ്സിലാക്കി അതിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എന്താ പറയുക, കുറച്ച് നാളത്തേക്ക് വീഡിയോ ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ആ ടൈമും കാര്യങ്ങളും ഒക്കെ ഒന്ന് കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പുറമെ പേഴ്സണലി താല്പര്യമുള്ള ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതുമാത്രമല്ല ഇനി അങ്ങോട്ട് മെമ്പർഷിപ്പ് വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അതായത് കുറച്ച് ബൾക്കായിട്ടുള്ള, കുറച്ച് എനർജി പരമായിട്ടുള്ള റീഡിംഗ് ഉള്ള, കുറച്ചും കൂടെ ഇപ്പം ചെയ്ത് വെച്ചേക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും അത് വരുന്നത്. അത് മെമ്പർഷിപ്പ് റീഡിംഗ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഇനി ഞാൻ ഇടുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം ഞാൻ മെമ്പർഷിപ്പ് വീഡിയോ ആയിരിക്കും ഇടാൻ ചാൻസ് കൂടുതൽ, മാക്സിമം ചാൻസ് കൂടുതൽ. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.